ഹലോ, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ യെറ്റ് അനദർ പർച്ചേസ് ആണ് ഞാൻ കാണിക്കുന്നത്. ഞാൻ കുറച്ച് നാളായിട്ടൊരു സാധനം വാങ്ങണം എന്ന് വിചാരിച്ചു. സമയവും സാഹചര്യവും ഒന്നും ഒത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നൊമ്പൻ വന്നിട്ടുണ്ട്. നൊമ്പൻ വന്നപ്പോഴത്തേക്കും നൊമ്പനെയും കൂട്ടി പോകാം. ഇതിനെപ്പറ്റി കുറച്ച് കാര്യധാരണകളുള്ളവരെ കൊണ്ടുവരണമല്ലോ. അപ്പം അവനെയും കൂട്ടി പോകാമെന്ന്. ഓർമ്മയുണ്ടോ ഈ മുഖം? നീ വാ കച്ചൊരു ഈ മുഖം ഓർമ്മയുണ്ടോ? അങ്ങ് മണനാടന്യങ്ങളിൽ കണ്ടതാ നിന്നെ. അതെ, അവനെ അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല. അവൻ ഇന്ന് വേറൊരു പരിപാടിയായിട്ട് നമ്മൾ വന്നതാണ്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞപ്പോൾ അവൻ എല്ലാം വിളിച്ച് എവിടേക്കൊക്കെ എന്തൊക്കെയോ ആക്കിയിട്ടുണ്ട്. അപ്പം ഇന്ന് കിട്ടുമോ ഇല്ലയോ എന്നറിയത്തില്ല. കിട്ടിയാൽ മാത്രമായിരിക്കും നിങ്ങൾ ഈ വ്ളോഗ് കാണുന്നത്. അപ്പം ഞങ്ങൾ പോയി നോക്കാം. ടച്ച് വുഡ്. ഓക്കെ, ഏത് വേണമെങ്കിൽ ആഡ് ചെയ്യും. ഇതാണ് മറ്റേ ക്യാമറ അല്ലേ? മാറ്റാൻ പറ്റാതെ ZV-1 ഏതാ നല്ലത് എന്നാ ചേട്ടനോട് ചോദിക്കാൻ. അത് നിങ്ങൾ അങ്ങനെ ലെൻസ് മാറ്റാൻ പറ്റും. മറ്റേതായിരുന്നു ഇത് നമുക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന പോലെ തന്നെ മൊബൈൽ ഫോൺ ഷൂട്ട് ചെയ്യുന്ന പോലെ തന്നെ ഷൂട്ട് ചെയ്യാം. കുറച്ചും കൂടി പ്രൊഫഷണൽ. ഏതാ എന്ന് വെച്ചാൽ ഇതല്ലേ ബെറ്റർ. അപ്പം നമുക്കിപ്പം കുറച്ചുകൂടെ പണിയൊക്കെ പഠിച്ച് മാറി ലെൻസൊക്കെ ഇട്ട് അങ്ങനെ ഈ വ്ളോഗ് നമുക്ക് ഇടാൻ സാധിക്കുന്നതാണ്. കാരണം നമ്മൾ ക്യാമറ എടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ March 2 ആ ശുഭ നിമിഷത്തിൽ ഞാൻ നോക്കട്ടെ. ഹലോ ഗായ്സ്, ഇതാണ് നമ്മുടെ ആനന്ദ്. ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും മറ്റേ വെഡ്ഡിങ് ഫോട്ടോ എന്നും പറഞ്ഞിട്ടാണ് ലേഡി ഫോട്ടോഗ്രാഫറായിട്ട് ആനന്ദിൻ്റെ അസിസ്റ്റന്റ്. ഇത് കൊള്ളാം. അത്ര എക്സ്റ്റൻഷൻ മതി എനിക്ക്. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് ഹലോ ഗൈസ്. അതെ, സ്മരിക്കും. ഞാൻ ആനന്ദിനെ സ്മരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ കയറുള്ളൂ. നിന്നെ കാണിച്ചിരുന്നുണ്ട്. ഹായ്, കൊള്ളാം കേട്ടോ. ഫ്രീ അല്ലല്ലോ, നമ്മൾ കാശ് എടുത്തിട്ടല്ലേ ഇവർ ഇതെല്ലാം തരുന്നത്. ചുമ്മാ കള്ളമരം. വെച്ചോ, താങ്ക് യു. ഹലോ, അപ്പോൾ നമ്മൾ പേയ്മെൻ്റൊക്കെ കൊടുത്തു. നമ്മൾ സാധനം വാങ്ങിച്ചിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാഞ്ഞിട്ട് വയ്യ. പക്ഷെ ഭയങ്കര വിശക്കുന്നുണ്ട്. കാരണം ഇതിൻ്റെ പേയ്മെൻറ്റ് പ്രോസസ്സ് ചെയ്ത് നമ്മളിതെല്ലാം സെലക്ട് ചെയ്തെത്തിയപ്പോഴത്തേക്കും ഒരു സമയമായി. അപ്പോൾ അന്തോ വണ്ടി കയറി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. അത് കഴിഞ്ഞിട്ട് ഈ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിതിൻ്റെ ഒരു അൺബോക്സിങ് വ്ളോഗ് അടുത്തത് പുറകെ ഇടുന്നതായിരിക്കും. അതിനകത്ത് തന്നെ നമുക്കൊരു ചേഞ്ച് പോലെ അതിൻ്റെ അകത്തെ വീഡിയോയും കൂടെ എടുത്ത് ഇതിൻ്റെ ക്ലാരിറ്റി വ്യത്യാസവും കൂടെ കാണിച്ചു തരാം. ദാറ്റ്സ് ഇറ്റ്. സുലാൻ.